minimally invasive surgery, that is laparoscopically റോബോട്ടിക് സർജറി, നമുക്ക് ഈ ഇൻസിഷൻ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഐ എം ഡോക്ടർ സുധീർ മുഹമ്മദ്, കൺസൾട്ടൻറ്റ് HPB ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ, ഇൻ്റഗ്രേറ്റഡ് ലിവർ കെയർ, കൊച്ചി. യൂഷ്വലി ഒരു 1 മുതൽ 1.5 സെൻറ്റിമീറ്റർ ഉള്ള സ്മോൾ ഓപ്പണിങ്, സ്മോൾ ഇൻസിഷൻസ്, അറൗണ്ട് ഒരു 4 to 5 ഇൻസിഷൻസ് അപ്പർ ആസ്പെക്റ്റ് ഓഫ് ദ ബോഡിയിൽ കാണുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു താഴെ, ഒരു ബിലോ ദ വേസ്റ്റ് ലൈൻ ഒരു 10 സെൻറ്റിമീറ്റർ ഇൻസിഷൻ താഴെ ഇടുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ആയിരിക്കും ഒരു വേസ്റ്റ് ലൈനിൽ ഇടുന്ന ആ ഇൻസിഷനിൽ കൂടുതലായിരിക്കും നമ്മുടെ ആ ഡോണർ ഗ്രാഫ്റ്റ് പുറത്തോട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലാപ്രോസ്കോപ്പിക്കലിയും റോബോട്ടിക് സർജറിയും ചെയ്യുന്ന കുറച്ച് കോസ്മെറ്റിക്കലി മോർ അപ്പീലിംഗ് ആയിരിക്കും. യൂഷ്വലി ആ ചെറിയ സ്കാർസ് കുറച്ചൊരു 2 months കഴിയുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ കാണുന്നത് തന്നെ ഭയങ്കര റെയർ ആയിരിക്കും. പുറത്തോട്ട് കാണുന്നത് മുറിവുകൾ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ് യൂഷ്വലി കാണുന്നത്. വേസ്റ്റ് ലൈനിലെ ഇൻസിഷൻസും നമ്മുടെ യൂഷ്വലി ആ ഒരു സ്കിൻ ക്രീസിലാണ് ഇടുന്നത് എവിഡൻ്റ് ആയിട്ട് യൂഷ്വലി കാണാറില്ല. കമ്പയർഡ് ടു ഓപ്പൺ സർജറി, ഈ മിനിമലി ഇൻവേസീവ് സർജറി നമ്മുടെ കോസ്മെറ്റിക്കലി ഈസ് മോർ അപ്പീലിംഗ്. രണ്ടിലും നമ്മുടെ സർജറി ചെയ്യുന്ന ഒരേ സർജറി മെത്തേഡ്സ് ആണ് ഡിഫറെൻറ്റ്. സർജറി ഈസ് സെയിം ആസ് എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. ത്രൂ അപ്രോച്ച് ഡിഫറെൻ്റ് ആണെന്നുള്ളത്. ഇറ്റ്സ് മിനിമലി ഇൻവേസീവ് സർജറി കോസ്മെറ്റിക്കലി മോർ അപ്പീലിംഗ് ആൻഡ് പോസ്റ്റ് ഓഫ് പീരീഡ്സ് ബിക്കോസ് ഓഫ് ദ ഇൻസിഷൻ ചെറുതായതുകൊണ്ടും സ്കാർ ഇടുന്നത് കുറവായതുകൊണ്ടും പോസ്റ്റ് ഓഫ് പീരീഡിൽ പെയിൻ കുറവായിരിക്കും. നമ്മുടെ ഏർലി റിക്കവറി ആയിരിക്കും. പോസ്റ്റ് ഓഫ് റിട്ടേൺ ടു ലൈഫ് ഓൾസോ ഏർലി ആയിരിക്കും കമ്പയർഡ് ടു ഓപ്പൺ സർജറി.